വാഗ്ദത്തം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന വാഗ്ദത്തമാണ് അദ്ദേഹം പ്രാപിച്ചത്. ആത്മനിയോഗത്താൽ അത് പ്രാപിക്കുവാൻ അദ്ദേഹം ദേവാലയത്തിനകത്തേക്ക് ചെന്നു. നാമും അനേക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരാണ്, കേട്ടവരാണ്. പക്ഷേ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവൻ തന്നെ, കർത്താവിൻ്റെ വരെ എടുക്കപ്പെടുക എന്ന വാഗ്ദത്തമാണ് ഒരു ദൈവവേദൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, ശിമ്യോൻ കാത്തിരുന്നത് പോലെ, ശിമ്യോൻ എങ്ങനെയാണോ ആത്മനിയോഗത്താൽ തൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നത്, കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണെന്ന് നാം അറിയാകിയാൽ നമുക്കും ആത്മനിയോഗത്താൽ ഒരുങ്ങിയിരിക്കുന്നവരായി മാറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.